ഓരോരോ കാരണങ്ങളായിട്ട് ഇപ്പം ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ പുറത്ത് പോക്ക്, കറുകപത്തൂർ പോകാനുള്ള ഓരോരോ കാരണങ്ങൾ. എന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കണം. അപ്പോൾ ബേബി പറയണോ അമ്മ ഇതാ കള്ളിപ്പൂച്ച ഇവിടെ നിൽക്കുന്നുണ്ടെന്ന്. എപ്പോൾ ജനൽ തുറന്നിട്ടാലും അത് അകത്തേക്ക് കയറിട്ടോ. അതാണ് അവൾ അങ്ങനെ പറഞ്ഞത്, കള്ളിപ്പൂച്ചയെന്ന്. അപ്പോൾ ഞങ്ങൾ പ്രിയമ്മയോട് ചോദിച്ചു ബസ്സിൻ്റെ സമയം എപ്പോഴാണെന്ന്. അപ്പോൾ പറഞ്ഞു 10:45 അതോ 11 മണി 11 മണി ആ ടൈമിലാണ് പറഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ വർത്താനം പറഞ്ഞു. പിന്നെ ബസ് വന്നു, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബസ്സിൽ നല്ല പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ യാത്രയായി. പിന്നെ ക്ലൈമറ്റ് എന്ന് പറയണത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മഴ പെയ്യും എന്ന് വിചാരിക്കും, പക്ഷെ പെയ്യില്ല, പറ്റിച്ചിട്ട് അങ്ങോട്ട് പോകും. അതാണ് മഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ കറുകപത്തൂർ എത്തിയപ്പോൾ കുറേ വെള്ളയിട്ട് ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ഏതോ ഒരു കല്യാണം നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് എന്തിനാണെന്ന് വെച്ചാൽ അവൾക്ക് ഷിമ്മി എടുത്തില്ലേ, ബാക്കി എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. യൂണിഫോമിന് ഷിമ്മി വേണമല്ലോ. അപ്പോൾ ഒരു രണ്ട് ഷിമ്മി എടുക്കാൻ വെച്ചിട്ട് പോയതാണ് കേട്ടോ. ഒരു ഷിമ്മിക്ക് എത്രയാണ് 115 അങ്ങനെ റേറ്റ് ആണല്ലോ കേട്ടോ. അപ്പോൾ 2 ഷിമ്മി എടുത്തു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു കുട മറന്ന് വെക്കരുത്, വേഗം കൈ പിടിച്ചു വന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ അപ്പുറത്ത് ഈ വെള്ളയുടെ അപ്പുറത്ത് ഒരു കവറ്, അതിൽ 2 സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവളോട് വലിയ വീരവാദമൊക്കെ മുഴക്കിയിട്ട് അത് ഞാൻ അവൾ കടയിൽ മറന്നു വെച്ചു കേട്ടോ. അതാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞങ്ങൾ ക്ഷീണിതയായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ എന്നാൽ ഒരു വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വെച്ചിട്ട് കയറിയപ്പോൾ അവൾ പറഞ്ഞു ഷെയ്ക്ക് കുടിക്കണമെന്ന്. ഏത് ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതാണ് ഞാൻ പേടിച്ചിട്ട് കൊടുക്കണത്. അപ്പോൾ ഞങ്ങളെന്താ ഈ കടയിൽ കയറിയിട്ട് അത് കുടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ 2 പേരും അത് കുടിച്ചു. ഗൈസ് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൻ ഈ ചിത്രം കണ്ടപ്പോൾ അവന് മനസ്സിലായി ഏകദേശം. എന്നിട്ട് പിന്നെ തല്ലാനൊക്കെ വരികയായിരുന്നു. അവനോട് ഇങ്ങനെ ആക്ഷനൊക്കെ കാട്ടിയിട്ട് പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങിയിട്ടോ ഞങ്ങൾ. എന്നിട്ട് തിരിച്ചിട്ട് ഞങ്ങൾ പോയിട്ടോ അങ്ങോട്ട് തന്നെ ആ സാധനം എടുക്കാൻ വേണ്ടി പോയി. ബസ് കാത്ത് നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ്സും വന്നു. വീട്ടിലെത്തിയപ്പോൾ വേദസുന്ദരനെ കാണാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ ഒരു കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അവനൊരു കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സൂചി കുത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്ത് പോവാറ്. പക്ഷെ അതിനായിരിക്കില്ല, ഇനി അവന് മനസ്സിലായി തുടങ്ങുന്നു തോന്നുന്നു. അപ്പോൾ അത് അമ്മമ്മയുടെ കൂടെ നിന്ന് കളിച്ചിട്ടൊക്കെ ഇതാ വരും. ഉച്ചയായിട്ട് ഞങ്ങൾ എത്തണം. അപ്പോൾ അവന് വന്നപ്പോഴുള്ള സന്തോഷമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത്രയും നല്ല കുട്ടികൾ? ഒന്ന് കമൻറ്റ് ചെയ്യണേ.